بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد. قال الله عز وجل في القرآن المجيد: وما أرسلناك إلا رحمة للعالمين. أمان لأهل الأرض مذ حل بينهم به يدفع الله العذاب ويدرأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുവസന്തം 1500 ജന്മദിനത്തിനോടനുബന്ധിച്ച് നടത്തിവരുന്ന വസന്തം മീലാദ് പരിപാടിയിലാണ് നാം ഓരോരുത്തരും ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൻ നഈമിൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തിൻ്റെ ചരിത്രത്തിൽ അനവധി നേതാക്കളും ഗുരുക്കന്മാരും വന്നുപോയിട്ടുണ്ട്. പക്ഷേ അവരുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ പരിപൂർണമായ ഒരാളെയും ലോകം ഇന്നേവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതിലേക്ക് സൂചിപ്പിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ ജീവി എന്നല്ല, നിർജീവി എന്നല്ല, എല്ലാവർക്കും കാരുണ്യവാനായിട്ടല്ലാതെ ലോകത്തേക്ക് ഞാൻ നബിയെ അയച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞതായ ആലമീൻ എന്നുള്ളത് കൊണ്ട് മുഫസ്സിരീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു തന്നു, ഈ ആലമീ എന്നതുകൊണ്ട് മാസിവൽ ബാരി തആല, അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത എല്ലാം അതിൽ പെടുന്നതാണ് ആലമീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ ജീവി എന്നല്ല, നിർജീവി എന്നല്ല, എല്ലാതും അതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു അല്ലാത്ത എല്ലാം അതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നാം നോക്കുകയാണെങ്കിൽ അവൻക്ക് ഏറ്റവും വലിയ റഹ്മത്ത് എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അവൻക്ക് ഹിദായത്ത് കിട്ടുക എന്നുള്ളതാണ്. അവൻക്ക് ഹിദായത്ത് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റഹ്മത്ത് എന്നുള്ളത്. അതിൻ്റെ മറുഭാഗം നോക്കുകയാണെങ്കിൽ, അതാ കാഫിരീങ്ങൾക്ക് നാം നോക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും വലിയത് കാവലാണ് എന്നുള്ളതാണ്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കും കാവലാണ്. അതുകൊണ്ടല്ലേ നമുക്ക്, നാം ഉമ്മത്തീങ്ങളായ നമുക്ക് എന്തെല്ലാം ചെയ്തു കൂട്ടിയിട്ടും ഇവിടെ നമുക്ക് ആ സമയത്ത് നമ്മ അദാബിറക്കി നമ്മളെ പരീക്ഷിക്കുന്നില്ല. കാരണം എന്താ? റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായി എന്നുള്ളതിൻ്റെ പേരിലാണ്. അതാ അവിടുന്ന് ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ.
വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം എന്ന് നമുക്ക് പറഞ്ഞു തന്നു. എന്താണ് പറയുന്നത്? ഹയാത്തിലും മമാത്തിലും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് നബിയേ അദാബുകളൊന്നും നമുക്ക് ഇറക്കുന്നില്ല. കാരണമെന്താ? മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഹയാത്തിലും മമാത്തിലും നമ്മുടെ കൂടെയുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ്. മുൻകാല കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ നാം സൂചിപ്പിക്കുകയാണെങ്കിൽ അതാ ലൂത്ത് നബി, അതുപോലെ മറ്റു പ്രവാചകന്മാരെ നോക്കുകയാണെങ്കിൽ അവരുടെ ഉമ്മത്തീങ്ങൾക്കെല്ലാം അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ ആ സമയത്ത് അവർക്ക് അദാബ് ഇറങ്ങുകയാണ്. കല്ലായിക്കൊണ്ടും അങ്ങനെ പലതും നമുക്കറിയാകുന്നതാണ്. പക്ഷേ നമുക്ക് അങ്ങനത്തെ അദാബുകളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നില്ല. കാരണം ലോകത്തിൻ്റെ നേതാവ്, നാം പടക്കാൻ കാരണക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെയുണ്ട്. ഈ പൂജാതനായത് കൊണ്ട് മാത്രമാണ്. അതാ അങ്ങനെ ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതാ ആക്രമിക്കപ്പെട്ടവർക്കും അവിടുന്ന് റഹ്മത്താണ്. അവിടുന്ന് തോയിഫിലേക്ക് പോയപ്പോൾ അവിടുന്ന് പോയ സമയത്ത് അവിടുത്തെ മുശ്രിക്കീങ്ങൾ അതാ കല്ലെടുത്തുകൊണ്ടും ചീത്തപ്പേര് കൊണ്ടും അവരെ മുത്തുനബിയെ ആക്രമിക്കുന്നത് കണ്ടപ്പോ അവിടുന്ന് അതാ ഇറങ്ങുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നു. അള്ളാഹുവിൻ്റെ ഓർഡറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? അതാ ഈ മല, അവരുടെ പർവ്വതം അവരുടെ മുഖമേത്ത് ഇടട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ അടുത്തേക്ക് ഇടട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതാ അവിടുന്ന് പറയുന്നു, വേണ്ട വേണ്ട, അവരാരെങ്കിലും നമ്മുടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, ഏതെങ്കിലും സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ എന്നാണ് അവിടുന്ന് പറയുന്നത്. ഇത്രയ്ക്കും കാരുണ്യവാനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂടെ നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.